നാളെ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസ മുനമ്പിൽ നിന്ന് ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് IDF. വിങ്സ് ഓഫ് ഫ്രീഡം എന്നാണ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കാനുള്ള IDFന്റെ ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേര്. അതേസമയം ഗാസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാർ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച 33 ബന്ദികളുടെ പേരുകൾ പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ ബന്ദികൾ ജീവനോടെയാണോ അതോ അവരുടെ മൃതശരീരങ്ങളാണോ തിരിച്ചെത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ കുടുംബങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. കരാറിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. സ്ത്രീകൾ, കുട്ടികൾ, 50-ന് മുകളിൽ പ്രായമുള്ളവർ എന്നിങ്ങനെ 33 പേരെയാണ് വിട്ടയക്കുക. പകരം ഇസ്രയേലി ജയിലുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേലി സേന ഘട്ടം ഘട്ടമായി പിന്മാറും. ദിവസം 600 ലോറി സഹായ വസ്തുക്കൾ ഗാസയിലേക്ക് കടത്തിവിടും. ഗാസ നിവാസികൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാം. രണ്ടാം ഘട്ടത്തിൽ വെടിനിർത്തൽ സ്ഥിരമാകും. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളും മോചിതരാകും. ഇസ്രയേലി സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറും. മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ ഭരണത്തിനായി പ്രത്യേക സമിതി നിലവിൽ വരും. അന്താരാഷ്ട്ര സഹായത്തോടെ ഗാസയുടെ പുനരുദ്ധാരണം നടപ്പാക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.